ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന് നേർക്ക് കടുത്ത ആക്രമണം നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി രണ്ടാമത്തെ രാത്രിയും ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ സേന. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ്, സിറിക് നഗരങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായാണ് മെഹർ, ഫാർസ് വാർത്താ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ കൊണാരക്, ചബഹാർ എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീഷണികൾ തടയുന്നതിനാണ് ഈ സൈനിക നടപടിയെന്നാണ് US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം. അപ്പോൾ വെടിനിർത്തൽ അവസാനിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഒരു ചെറിയ ഇടവേളയെടുത്ത ശേഷം അമേരിക്ക വീണ്ടും ഇറാനുമായി യുദ്ധത്തിനിറങ്ങുന്നു എന്നതല്ലേ? വീണ്ടും യുദ്ധമാണോ ഇനി? ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് വീണ്ടും യുദ്ധം എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇത് ആവശ്യമായിരുന്നു, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. അതിൽ കൂടുതൽ അർത്ഥം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. വീണ്ടും യുദ്ധം പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുന്നു. അത് വ്യാപിക്കുന്ന ലക്ഷണവും കാണുന്നു. വളരെ വലിയ പ്രകോപനമൊന്നുമല്ല ഉണ്ടായത്. യഥാർത്ഥത്തിൽ അമേരിക്ക വാസ് ടെസ്റ്റിംഗ് വാട്ടേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ സുഗമമായി എണ്ണ വ്യാപാരം അല്ലെങ്കിൽ കപ്പലോട്ടം സാധ്യമാകണമെങ്കിൽ ഇറാൻ പൂർണ്ണമായി സമ്മതിക്കണം. അപ്പം ഇറാൻ സമ്മതിച്ചത് ഭാഗികമായിട്ടാണ്. ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ഹോർമൂസിലൂടെ എണ്ണയോ മറ്റ് ചരക്കുകളോ കൊണ്ടുപോയിക്കോളൂ, തങ്ങളുടെ ഒരു സ്വാധീന മേഖല ആയിരിക്കണം. പക്ഷേ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ജൂൺ മാസം 17-ാം തീയതി മുതൽ, അല്ലെങ്കിൽ ധാരണയിൽ എത്തിച്ചേർന്ന 17-ാം തീയതി മുതൽ ഒരു 2 മാസം, അപ്പം ജൂലൈ 17, ഓഗസ്റ്റ് 17 വരെയെങ്കിലും 60 ദിവസക്കാലം സുഗമമായി കപ്പൽ ഗതാഗതം ഉണ്ടാകണം. ഒരു ടോളും ഉണ്ടാവില്ല, ഒരു രീതിയിലുമുള്ള ചുങ്കം പിരിവും അവിടെ നടക്കില്ല. അതാണ് ഇറാൻ നൽകിയ ഉറപ്പ്. പക്ഷേ ആ മേഖല ഇറാൻ്റെ സ്വാധീന മേഖല ആയിരിക്കണം എന്ന താല്പര്യം ആ ധാരണാപത്രത്തിലുണ്ട്. പക്ഷേ അതൊരു വെയ്ഗ് സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷെ അതിനുശേഷം ടോൾ പിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയെങ്കിൽ ഓൾട്ടർനേറ്റ് പാതകൾ വേണമല്ലോ. ഹോർമൂസിലൂടെ തന്നെ ഇറാൻ്റെ സമീപത്തുകൂടി ഇറാൻ നിർദ്ദേശിച്ച കപ്പൽപാത ഒഴിവാക്കി കുറച്ചുകൂടി തെക്ക് മാറിയുള്ള, അതായത് ഹോർമൂസിൽ തന്നെ തള്ളി നിൽക്കുന്ന ഒമാൻ്റെ ഭാഗം, ഒമാൻ കടലെടുക്കുക, ഒമാൻ്റെ തീരത്തോട് ചേർന്നുള്ള മറ്റൊരു പാതയിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു എന്നതാണ് വാസ്തവം. അത് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് കൃത്യമായ ധാരണകളൊന്നും തന്നെ കരാറിൽ ഇല്ലായിരുന്നു എന്നതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഇറാൻ്റെ അനുവാദമില്ലാതെ കപ്പലുകൾക്ക് പോകാമെന്ന സ്ഥിതി വരികയാണ്. ഇതാകണം ഒരുപക്ഷെ ഇറാനെ പ്രകോപിപ്പിച്ചത്. എന്തു വന്നാലും സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും 2 എണ്ണക്കപ്പലുകളും ഒരു ചരക്ക് കപ്പലുമാണ് ആക്രമിച്ചിരിക്കുന്നത്. ഓയിൽ ടാങ്കേഴ്സിനെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ക്രൂരമായൊരു കാര്യമില്ല. പക്ഷെ ആക്രമണം ഒരു വസ്തുതയാണ്. കപ്പൽ പൂർണ്ണമായി തകർന്നിട്ടില്ല, പക്ഷെ ഇപ്പോഴും തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട്. പക്ഷെ സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടായി. ഇപ്പം 2 കൂട്ടരും, ഇറാനും അമേരിക്കയും, ഈ കണക്ക് കൂട്ടലിൽ ലേശം പിന്നിലായിപ്പോയി. ഇറാൻ വിചാരിച്ചിരുന്നത് തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും അമേരിക്കയിൽ നിന്നൊരു ആക്രമണം ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അങ്ങനെയൊക്കെ ഒരു സിവിലൈസ്ഡ് കാര്യമല്ലല്ലോ, അത് പ്രതീക്ഷിച്ചില്ല. 2, ആ ഒരു അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഇറാൻ്റെ മുഴുവൻ ശ്രദ്ധയും മഷാദിലേക്ക് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ കർബലയിലേക്കും നജാഫിലേക്കും, ഇപ്പോൾ ആ മൃതദേഹം അവിടെ നിന്നും അന്തിമ വിശ്രമ സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്കെല്ലാം ശ്രദ്ധ ഇറാൻ്റേത് നീങ്ങുമ്പോൾ ഹോർമൂസ് വഴി പരമാവധി ചരക്ക് കടത്തൽ പുതിയ മാർഗത്തിലൂടെ സാധ്യമാവും എന്ന കണക്കുകൂട്ടലാണ്. പക്ഷേ ഇറാൻ കണ്ണും കാതും കുറിപ്പിച്ച് നിൽക്കുകയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ആക്രമണം ഉണ്ടായതും സ്വാഭാവികമായി പ്രത്യാക്രമണം ഉണ്ടായി. അപ്പോൾ അമേരിക്ക ടാർഗറ്റ് ചെയ്യുക, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. അമേരിക്ക ടാർഗറ്റ് ചെയ്ത ഇറാൻ്റെ തെക്കൻ പ്രദേശം, അതായത് പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന, ഹോർമൂസിനോട് ചേർന്ന ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഇറാനിയൻ നഗരങ്ങളിലും അറ്റാക്ക് ഉണ്ടായി. ബന്ദർ അബ്ബാസിൽ നിരവധി മരണം റിപ്പോർട്ട് ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടായി. കാരണം മിലിറ്ററി ടാർഗറ്റ്സിന് ഉപരിയായി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ആക്രമണം നീളുന്ന കാഴ്ച. എന്താണ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? 2 പാലങ്ങൾ,
റെയിൽവേ പാലങ്ങളാണ്, നിർണായകമായ കണക്ടിവിറ്റിയുടെ കേന്ദ്രങ്ങളാണ്. ഇത് രണ്ടും കഴിഞ്ഞ രാത്രിയിലത്തെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഒരിക്കലും ആക്രമിച്ചിട്ടില്ലാത്ത ഇന്ത്യയുടെ കൂടി സ്വാധീന മേഖലയായ ചബഹാർ ആക്രമിക്കപ്പെട്ടു. ചബഹാറിലൊക്കെ ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഉപരോധം പോലും ചബഹാറിനെ നേരിടാതെ ആദ്യഘട്ടത്തിൽ പോയി, പിന്നീടാണ് ചബഹാറിലേക്കും ഉപരോധം നീണ്ടത്. അതോടെ ഇറാൻ്റെ തെക്ക് കിഴക്കൻ തുറമുഖ നഗരമായ ചബഹാറിലേക്ക് ആക്രമണം നീളുന്നു. അപ്പം ഖിഷം ഐലൻഡ് അത് വളരെ തന്ത്രപരമായി ഹോർമൂസ് കടലിടുക്കിനുള്ളിൽ തന്നെയാണ്. ഇറാൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തെ ഒരു ചെറിയ ദ്വീപാണ് ഖിഷം ഐലൻഡ്. ആ ദ്വീപ് വലിയ രീതിയിൽ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. അപ്പം എന്ന് വേണ്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആക്രമണം നീളുന്നു. അമേരിക്കയുടെ കണക്കനുസരിച്ച് 90 ഇടങ്ങളിലാണ് ആക്രമണം. 90 നഗരങ്ങളെന്നല്ല, 90 വ്യത്യസ്തമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. 7ഓളം ഇറാനിയൻ നഗരങ്ങൾ. ഈ നഗരങ്ങളെല്ലാം തന്നെ നഗരങ്ങൾ തുറമുഖ നഗരങ്ങളാണ്. ഇതെല്ലാം തന്നെ ഇറാൻ തെക്ക് ഭാഗത്താണ്. അവിടെ നിന്നെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നുകിൽ അവിടെ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാവിക കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കപ്പൽ നിയന്ത്രണത്തിനുള്ള കേന്ദ്രമാണ്, അല്ലെങ്കിൽ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ശേഖരമുള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ആ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്ന ഏതെല്ലാം സ്ഥലങ്ങളാണോ ആ സ്ഥലങ്ങൾ തെരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു എന്നത് കൃത്യമായി ഉറപ്പിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്രമണത്തിനൊരു പാറ്റേൺ ഉണ്ട്. അടി തിരിച്ചടി, അപ്പോൾ വീണ്ടും തിരിച്ചടി ഉണ്ടാകണമല്ലോ, തിരിച്ചടിക്കുള്ള വീണ്ടും തിരിച്ചടി. അങ്ങനെയാണ് ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത്. നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കൻ കേന്ദ്രങ്ങളിലുള്ള 3 രാജ്യങ്ങളിലേക്ക്, കുവൈറ്റ് രാജ്യത്തേക്ക് 15ഓളം റോക്കറ്റുകളും മിസൈലുകളുമാണ് എത്തിയത്. അതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തതായി കുവൈറ്റ് അതോറിറ്റീസ് അറിയിക്കുന്നു. അതുപോലെ ചെറിയ രാജ്യം, ആ ഗൾഫ് മേഖല GCC മേഖലയിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. ബഹ്റൈനിലാണല്ലോ 5ാം കപ്പൽപ്പടയുടെ, അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മനാമയിലാണ്. ആ പ്രദേശത്തേക്ക് ആക്രമണം സംഭവിച്ചിരിക്കുന്നു. കൃത്യമായി എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് സ്ഥിരീകരണമില്ല. അനേക സ്ഫോടനങ്ങൾ കേട്ടതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വൈകി വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോർദാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നു. അതായത് ജോർദാൻ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ഇസ്രയേലിനോട് കിഴക്കൻ അതിർത്തി പങ്കിടുന്ന രാജ്യവുമാണ് ജോർദാൻ. ജോർദാനിലേക്ക് അമേരിക്കൻ താവളങ്ങൾ ഏറെ, അമേരിക്കയ്ക്ക് ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുക്കുന്ന, പൂർണ്ണമായി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ദാസ്യവൃത്തി ചെയ്യുന്ന രാജ്യമാണ് ജോർദാൻ എന്നാണ് പൊതുവിശ്വാസം. ആ രാജ്യത്തേക്കും ആക്രമണം സാധാരണ പതിവുള്ളതല്ല. അങ്ങോട്ട് GCC അംഗവുമല്ല, അവിടേക്കും ആക്രമണം സംഭവിച്ചിരിക്കുന്നു. അതിനർത്ഥം മരണാനന്തര ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട, ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോഴും മഷാദിൽ എല്ലാ കണ്ണുകളും മഷാദിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അയത്തുള്ള അലി ഖമീനിയുടെ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ ആക്രമണം തികച്ചും അപ്രതീക്ഷിതം, മ്ലേച്ഛം, അപലപനീയം. ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞ സ്ഥിതിക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിന് എത്ര ആയുസ്സുണ്ട് ഇനി? ശരിക്കും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ആവനാഴിയിൽ ആയുധങ്ങൾ നിറയ്ക്കാനുള്ള ഗ്യാപ്പായിരുന്നു ട്രംപിന് ഈ ധാരണാപത്രവും ചർച്ചയുമൊക്കെ. അങ്ങനെ ചോദിക്കാൻ കാരണം, ഫ്രാൻസിലിരുന്ന് ഡൊണാൾഡ് ട്രംപും ടെഹ്റാനിലിരുന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ട ധാരണകൾ ഏറെയും ഇറാൻ അനുകൂലമായിരുന്നു. ധാരണാപത്രത്തിൽ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്നും ഇറാന് സ്വയം അടിയറവ് പറയുകയാണ് ചെയ്തത് എന്നും അമേരിക്കയിൽ തന്നെ വിമർശനം ഉയർന്നതുമാണ്. എന്നിട്ടും സുഹൃത്തായ നെതന്യാഹുവിനെ പോലും ചീത്ത വിളിച്ചും ആ കരാറുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ശ്രമിച്ചത്. അപ്പോൾ ആ കരാർ ഒരു ട്രാപ്പായിരുന്നു. അന്ന് ഹോർമൂസ് ആയിരുന്നല്ലോ അമേരിക്കയ്ക്ക് ഇറാന് മുന്നിൽ യുദ്ധം തുടരാനാകാതെ വെല്ലുവിളിയായത്. കപ്പലുകൾ പുറത്തുവരാതെ ലോകവിപണിയെ തന്നെ പിടിച്ചുകുലുക്കി ലോകരാജ്യങ്ങൾ തന്നെ ട്രംപിന് എതിരാകുന്ന അവസ്ഥയുമായിരുന്നു. പക്ഷേ കരാറുണ്ടാക്കിയതോടെ കപ്പലുകൾ മിക്കതും കടന്നുപോയിട്ടുണ്ട്. പ്രതിസന്ധിയും വളരെ കുറഞ്ഞു. ഇനി ട്രംപിന് ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാനുള്ള സ്ഥിതിയായില്ലേ? ഹോർമൂസ് വീണ്ടും അടച്ചിട്ടാലും അന്നത്തെ പോലെ 1 മാസത്തോളം വേണമെങ്കിലും ഇറാനെതിരെ യുദ്ധം ചെയ്യാവുന്ന ഒരവസ്ഥയുമുണ്ട്. വലിയ നാശനഷ്ടം ഇറാനിൽ വരുത്താനും പറ്റുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ട്രംപിൻ്റെ കയ്യിലല്ലേ? കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരുടെയും കയ്യിലല്ല, കൈവിട്ടു പോയിരിക്കുന്നു എന്നതാണ് വാസ്തവം. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.
ഈ 14 ഇന ധാരണാപത്രം അതൊരു കേവലം കണ്ണിൽ പൊടിയിടൽ മാത്രമാണോ? ആരുടെ കണ്ണിൽ പൊടിയിട്ടു എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇസ്രയേലിൻ്റെ വലിയ സമ്മർദ്ദമുണ്ട്, ഒരു കാരണവശാലും കരാറിൽ ഏർപ്പെടരുത് എന്നത്. പക്ഷേ വലിയേട്ടനായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ ആശങ്കകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു ധാരണയിൽ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇറാന് അനുകൂലമെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നാവുന്ന രീതിയിൽ താൽക്കാലിക ധാരണാപത്രത്തിൽ എത്തിച്ചേർന്നത്. 14 ഇന ധാരണാപത്രമാണ്. ഇറാൻ മുന്നോട്ട് വെച്ച മിക്ക ആവശ്യങ്ങളും അത് അംഗീകരിക്കുന്ന മട്ടിലാണ്, പൂർണ്ണമായി അംഗീകരിക്കുന്നതല്ല. സബ്ജക്റ്റ് ടു ഫൈനൽ റാറ്റിഫിക്കേഷൻ ബൈ എ ഫൈനൽ അക്കോർഡ്. അത് സംഭവിച്ചിട്ടില്ല. 60 ദിവസത്തെ സാവകാശമാണ് അതിന് നൽകിയിരുന്നത്. അപ്പോൾ എന്തിന് ഇങ്ങനെ അമേരിക്കയ്ക്ക് അത്ര പ്രയോജനമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇറാന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരു കരാറിൽ, അത് പ്രാഥമിക കരാർ, താൽക്കാലിക കരാർ ആണെങ്കിൽ പോലും എന്തിന് അതിലെത്തിച്ചേർന്നു എന്നത് പലർക്കും വലിയ ഒരു പ്രഹേളികയായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. പക്ഷേ ഇസ്രായേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു, അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് അറിയാം, ഇസ്രായേലും അറിയാം. ഇസ്രായേൽ നേരിട്ട് ഇടപെട്ടില്ല എങ്കിലും ഒന്നുകിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വളരെ സ്ട്രാറ്റജിക്കായ നീക്കം ഉണ്ടാകും, അതിനുള്ള അമേരിക്കയുടെ റിയാക്ഷൻ അതിൽ പിടിച്ചുകൊണ്ട് കയറാം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ പദ്ധതി. അത്രയൊന്നും ഇസ്രായേൽ ശ്രമിക്കേണ്ടി വന്നില്ല എന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ്. ഈ പ്രത്യാക്രമണം സംഭവിച്ചപ്പോൾ കരാർ നിലവിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാനിയൻ നേതൃത്വത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കരാറ് മടക്കി പെട്ടിയിലാക്കി വെച്ചു എന്ന മട്ടിൽ തന്നെയാണ്. അപ്പോൾ വെടിനിർത്തൽ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെടിനിർത്തൽ കരാർ 17-ാം തീയതി ജൂൺ മാസം എത്തിച്ചേർന്ന ആ കരാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണകൾ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലാണ്. അപ്പോൾ ഈ 14 ഇന കരാറിനെ പരസ്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1-ൽ വെച്ച് നടത്തിയ പത്രലേഖകരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകൾ തീർത്തും നിരാശാജനകമാണ്. യഥാർത്ഥത്തിൽ ഇറാനിയൻ ജനതയും ഇറാനിയൻ നേതൃത്വത്തെയും എല്ലാം തന്നെ തീർത്തും അപഹസിച്ചുകൊണ്ട്, വില കുറച്ചുകൊണ്ട്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവരെ ഒരു രീതിയിലും നമ്പാനാവാത്തവരാണ് എന്ന രീതിയിൽ ജനതയെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചുമുള്ള ട്രംപിൻ്റെ വർത്തമാനം അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് കരാർ എന്നത് നിലവിൽ പ്രസക്തമല്ല. അതുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക്, ഏത് നിമിഷം യുദ്ധം ഉണ്ടാകാം എന്ന സാഹചര്യത്തിലേക്ക്, ഇപ്പോഴും ഇനിയും ഏത് നിമിഷവും പ്രത്യാക്രമണം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യത്തിലേക്ക് പേർഷ്യൻ ഗൾഫ് മേഖല നീങ്ങിയിരിക്കുന്നു. എണ്ണ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസമായി 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1% എണ്ണവില ഉയർന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ആ സമയത്ത് ബാരലിന് $79 അടുക്കുന്നു. അത് വീണ്ടും കൂടാൻ തന്നെയാണ് സാധ്യത. $120-125 വരെ ഉയർന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഏതാണ്ട് $65 മുതൽ $68 വരെ ആയി കുറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച. പക്ഷെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ. ഹോർമൂസിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാനാവാത്ത അന്തരീക്ഷം ഒരിക്കൽ കൂടി സംജാതമായിരിക്കുന്നു. ഇന്ത്യൻ കപ്പൽ ഒരെണ്ണം കഴിഞ്ഞ രാത്രിയിൽ കടന്നു പോകാൻ ശ്രമിച്ചത് ഹോർമൂസ് വരെ എത്തിയതിനു ശേഷം വീണ്ടും ഇറാൻ ഇടപെട്ട് തിരിച്ചയച്ചു എന്നതും വാർത്തയായി വന്നിട്ടുണ്ട്. ഏതാണ്ട് 6000-ഓളം കപ്പലുകൾ ആ പ്രദേശത്ത് അകപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ താളം തെറ്റും എന്ന പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നതുകൊണ്ട് വലിയ തോതിലുള്ള ചരക്ക് നീക്കം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അടുത്ത ആഴ്ചകളിൽ. അതെല്ലാം അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് കരുതാം. ഇപ്പോൾ കഴിഞ്ഞു പോയ ഏതാണ്ട് ഒരു മാസത്തോളം സമയം അല്ലെങ്കിൽ 3 ആഴ്ച സമയത്തെ ഒരു കൂളിംഗ് ഓഫ് പീരീഡായോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനിടയിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായോ, ഒരു പക്ഷേ ആയുധങ്ങൾ മൂർച്ച വരുത്താൻ വേണ്ടി 2 പക്ഷവും ആ സമയം ചെലവഴിച്ചു എന്ന രീതിയിൽ കാണാം എന്നല്ലാതെ ഒരു സമാധാന പ്രക്രിയയെ, അതായത് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച ഖത്തർ കൂടി ഇടപെട്ട ഒരു സമാധാന പ്രക്രിയയെ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, അത് നിന്നിടത്ത് നിന്ന് അനങ്ങുക പോലും ചെയ്തിട്ടില്ല എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ.